വിജയ്, F-35 അമേരിക്കയുടെ ഏറ്റവും ഗംഭീരമായ വിമാനം എന്നൊക്കെ പറഞ്ഞ് അവർ ഇറക്കിയതാണ്. ആ വിമാനം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 11ഓളം രാജ്യങ്ങളാണെന്ന് തോന്നുന്നു ഇത് വാങ്ങി ഉപയോഗിക്കാൻ ഇരിക്കുന്നതൊക്കെ. പക്ഷേ ഈ പറഞ്ഞ ഈ സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ ഒരു കേപ്പബിലിറ്റിയൊക്കെ അത്ര മികച്ചതാണ് എന്നുള്ള ഒരു പ്രതീതി അത് ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാനായിട്ടില്ലേ? ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, അമേരിക്ക പാകിസ്ഥാന് ഈ 5ാം തലമുറയിൽപ്പെട്ട F-35 വിമാനം പ്രത്യുപകാരമായിട്ട് തരുന്നത്. അതായത് അവരുടെ തീരദേശങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും പ്രവേശനം തരുന്നതിന് ബദലായിട്ട് അമേരിക്ക കൊടുക്കുകയാണ് F-35. ഇതൊരു ഉപകാരം പോലെ കൊടുക്കുകയാണ്. നമുക്ക് അറിയാലോ, നമുക്ക് 5ാം തലമുറയിലൊരു വിമാനം നമുക്ക് ഇപ്പോഴും ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് F-16 പോലുള്ള വിമാനങ്ങൾ നമുക്കുണ്ട്, റഫേലുണ്ട്. ഇതെല്ലാം 4.5 ജനറേഷനിൽ വരുന്നതാണ്. 5ലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാധാരണഗതിയിൽ പോവുകയാണെങ്കിൽ ഒരു 10 വർഷം എടുക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് 5ാം തലമുറയിൽപ്പെട്ട ഒരു വിമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം അറിയാലോ, നമ്മുടെ അയൽരാജ്യം ഒരു സാധാരണ അയൽരാജ്യമല്ല പാകിസ്ഥാൻ. നമ്മൾ വളരെ പേടിയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു 5ാം തലമുറയിലെ ഒരു വിമാനം വാങ്ങിക്കുന്നു എന്നറിയുമ്പോൾ നമ്മളും അത് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിന്റെ 115 ദശലക്ഷം ആണ് ഇതിൻ്റെ വില ഈ വിമാനത്തിൻ്റെ. ഇതെന്തോ വലിയ അത്യാധുനികമായിട്ടുള്ള ഒരു വലിയ സാങ്കേതിക വിദ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇത് ഇറക്കിയിരിക്കുന്നത്. 11ഓളം രാജ്യങ്ങൾ ഇത് വാങ്ങിക്കുകയും ചെയ്തു ഇതിനോടകം, ബ്രിട്ടൻ അടക്കം. അപ്പോൾ ഇന്ത്യക്കും അത് വാങ്ങിക്കാതെ നിർവാഹം ഇല്ലായിരുന്നു. കാരണം പാകിസ്ഥാൻ വാങ്ങിക്കുമ്പോൾ ഇന്ത്യയും വാങ്ങിക്കണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അറിയാലോ, ബ്രിട്ടനിലെ വിമാനം നമ്മുടെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇറക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് വിമാനം ഇത്രയും ദിവസമായിട്ടും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കമ്പനി അവരുടെ നിർമ്മാണ രഹസ്യം ചോരും അങ്ങനെയുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ വിമാനത്തിൻ്റെ തകരാറായിരിക്കുന്ന അതൊരു സാധാരണ വിമാനമല്ല. അതായത് നമ്മൾ ഷിപ്പിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് പടക്കപ്പലിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അത് കുത്തനെ പറന്നു പൊങ്ങും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിമാനമാണ്. അപ്പൊ ആ ഒരു സംവിധാനം തന്നെയാണ് തകരാറിലായിരിക്കുന്നത്. അപ്പൊ അത് നേരത്തെ തന്നെ അതിന് പരാതികളും മറ്റും അവർ ഉന്നയിച്ചിരുന്നു എന്ന് ഇപ്പൊ പറയുന്നു. അത് അന്ന് ചെവിക്കൊണ്ടില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്തോ കള്ളി വെളിച്ചത്തായി അത് തിരുവനന്തപുരത്ത് ഇപ്പൊ ഉണ്ടത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ 11 രാജ്യങ്ങളും ഇത് സംശയത്തോടെയാണ്. കാരണം അവർ ഇത്രയും പൈസ കൊടുത്തത് വാങ്ങിച്ച് അവരുടെ യുദ്ധ സന്നാഹത്തിൽ അവർ ഇതെല്ലാം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഇന്ത്യ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇത് വാങ്ങിക്കാൻ മെനക്കെട്ടേനെ. കാരണം പാകിസ്ഥാൻ ഇത് വാങ്ങിക്കും. അപ്പോൾ ഇതൊരു ഭാഗ്യമായിട്ട് നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ അമേരിക്കയുടെ ഈ ഒരു വീരവാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഈ വിമാനം എത്രത്തോളം ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തകരാറുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ അവർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. നമ്മൾ ഈ ജൂനിയർ മാൻട്രക്ക് സിനിമയിൽ കണ്ടിട്ടില്ലേ ഈ പ്രതിമ വാങ്ങിക്കുന്നത്? അതുപോലെ ഒരു ജൂനിയർ മാൻട്രക്ക് പ്രതിമയാണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കാരണം അവർക്ക് പ്രത്യുപകാരമായിട്ടാണ് കിട്ടിയത്. അമേരിക്കയെ ഇവിടെ നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് അമേരിക്കൻ സൈന്യത്തിനെ വിന്യസിക്കാനായിട്ട് പകരമായിട്ട്. അപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ധനനഷ്ടത്തിനേക്കാൾ വലിയ നഷ്ടമാണ്. കാരണം അമേരിക്കയ്ക്ക് ആക്സസ് കൊടുത്തിരിക്കുന്നത് അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം അറിയാം, നമുക്കിപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇറാന് സപ്പോർട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വിലങ്ങിടാൻ കൂടി ആയിരിക്കാം അമേരിക്ക ഇങ്ങനൊരു നീക്കം ചെയ്തിരിക്കുന്നത്. കാരണം പാകിസ്ഥാനെ പിണക്കാൻ പറ്റാത്തതിന് ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്നാണ്
കുറച്ചല്ല ഏതാണ്ട് ഒരു ദശാബ്ദം മുന്നേ ഒസാമ ബിൻ ലാദനെ പിടികൂടി. ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അധ്യായമാണ്. 2001 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അമേരിക്കയ്ക്ക് അത്രയ്ക്ക് പെട്ടെന്ന് അത് പൊറുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പാകിസ്ഥാനിൽ നിന്നാണ് ഒസാമ ബിൻ ലാദനെ പിടികൂടുന്നത്. പാകിസ്ഥാൻ അറിയാതെ ഒരിക്കലും അവിടെ ഒസാമ ബിൻ ലാദൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനോട് അത്ര എളുപ്പം അമേരിക്കയ്ക്ക് പൊറുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങ് ചുമ്മാ ഫ്രീബീസ് കൊടുക്കും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കും. ഇതാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ, അതായത് അമേരിക്ക ഒരു പണി കൊടുത്തതാണ് എന്നാണ്. അമേരിക്ക പണി കൊടുത്തത് മാത്രമല്ല, അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ സൈന്യത്തിനെ വിന്യസിക്കാനുള്ള ഉദ്ദേശം ഒന്ന് എന്തെങ്കിലും ചൈനയുമായിട്ടൊരു ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലൊരു സൈനിക വിന്യാസം ഉള്ളത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇതൊരു കാരണമാണ്. അപ്പോൾ പാകിസ്ഥാന് ഫ്രീബീസ് കൊടുക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അമേരിക്ക അറിയാലോ, ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഒരു രാജ്യമാണ്. കോർപ്പറേറ്റ് തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത്. ഒരു കോർപ്പറേറ്റുകാരൻ്റെ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഒക്കെയാണ് അമേരിക്കയ്ക്കുള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 11 രാജ്യങ്ങളെയും അവർ പറ്റിച്ചു. പാകിസ്ഥാനെയും പറ്റിച്ചു. പാകിസ്ഥാന് ഈ 11 രാജ്യങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് വലിയൊരു മാനക്കേട് അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ ഒരു പ്രോഡക്റ്റ് ലോക്ക്ഹീഡ് മാർട്ടിൻ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് ആയുധ പ്രതിരോധ രംഗത്തെ വൻകിട ഒരു ബ്രാൻഡാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ്, അതും സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് നാശമാകുന്നു അല്ലെങ്കിൽ കേട് സംഭവിക്കുന്നു. അത് അടിയന്തരമായിട്ട് ഇന്ത്യ പോലൊരു രാജ്യത്തെ തിരുവനന്തപുരത്ത് അത് ലാൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന ഒരു അടി കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് കിട്ടുന്ന ഒരു അടി കൂടിയാണ്. കാരണം അമേരിക്ക എന്ന് പറയുന്ന പ്രതിരോധ ശക്തിയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു പ്രതിരോധ ശക്തിയെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് ഈ ഒരു സംഭവം. പക്ഷെ അത് മാത്രമല്ല, ഇത് അമേരിക്ക എന്ന കച്ചവടക്കാരനായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കച്ചവട തന്ത്രങ്ങൾ കൂടെ വെളിയിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ 50,000 അടി വരെ ഉയരത്തിൽ പറക്കും, അല്ലെങ്കിൽ എന്താ പറയുക 120 മൈൽ വേഗത, റഡാറുകൾക്ക് പോലും പിടിക്കാൻ കഴിയില്ല. അത്തരം വെല്ലുവിളികളും അത്തരം ക്ലെയിംസ് ഒക്കെ ഇറക്കിക്കൊണ്ടാണ് ഈ വിമാനം ഇറക്കിയത്. പക്ഷെ ആ വിമാനം അതിലൊരു വിമാനമാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ ആ ഒരു വിമാനത്തിന് പറ്റാവുന്ന കാര്യങ്ങൾ മറ്റെല്ലാ വിമാനങ്ങൾക്കും സംഭവിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവര് ഏതെങ്കിലും ഒരു രാജ്യത്തിനോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തിനോട് അവർക്ക് ആത്മാർത്ഥത. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ വിൽപ്പന മാത്രമാണ്, അവരുടെ ബിസിനസ് മാത്രമാണ് മുഖ്യം. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സും ആരോടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത്രേ ഉള്ളൂ. അവർക്ക് അവരുടെ രാജ്യത്തിനോട് മാത്രം. അവർക്ക് അവരുടെ രാജ്യം എന്ന് പറയുമ്പോൾ പോലും അവിടെ ആര് താമസിക്കണം എന്നുള്ളതിന് അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അതിലവിടെ ഇന്ത്യൻ വംശജരെ എന്ത് ചെയ്യണം, മറ്റേ ഏഷ്യൻ വംശജരെ എന്ത് ചെയ്യണം, ആഫ്രിക്കൻ വംശജരോട് അതെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മുതലാളിവത്കരിക്കപ്പെട്ട ഒരു മുതലാളിത്ത രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ എന്തായാലും ഇതിൽ നിന്ന് ഈ ജൂനിയർ മാൻഡ്രക്ക് വാങ്ങിക്കുന്നതിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ത്യ ഇതിന് പകരം സുഖോയ് 57E, അതായത് റഷ്യൻ കമ്പനി നിർമ്മിച്ച് നൽകുന്ന ഒരു വിമാനമാണ്. ഇതാണ് വാങ്ങിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത്. ഇത് 690 കോടിയാണ് ഇതിൻ്റെ വില. ഇന്ത്യയുടെ നമുക്കറിയാം, ഇന്ത്യയുടെ ഒട്ടനവധി സൈനിക ഉപകരണങ്ങളെല്ലാം തന്നെ റഷ്യൻ നിർമ്മിതമാണ്. പാകിസ്ഥാൻ്റെതാണെങ്കിൽ ചൈനയുടേതും അമേരിക്കയുടേതുമാണ്. നമുക്ക് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളും ഉണ്ട്, പക്ഷെ നമുക്ക് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. റഷ്യൻ ഉപകരണങ്ങളാണ് കൂടുതൽ. അപ്പോൾ അതിൽ സുഖോയ് 57E എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അപ്പം അതിന് നിർമ്മാണ ചെലവ്, മറ്റേ F-35ൻ്റെ നിർമ്മാണ ചെലവ് ഇത്രയും വലിയ നിർമ്മാണ ചെലവിലാണ് അവർ ഇത്രയും മോശം പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇത്രയും വലിയ നിർമ്മാണ ചെലവെന്ന് പറയുമ്പോൾ അത് അത്രയും പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് അത് കാണിക്കണം. അത് ഒരിക്കലും അത് കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ത്യ ഈ ജൂനിയർ മാൻഡ്രേക്ക് വാങ്ങിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതിന് നമ്മുടെ തിരുവനന്തപുരം ഒരു കാരണമായി എന്ന് നമുക്ക് അഭിമാനിക്കാം.